ഡോക്ടർ കരോൾ ഡെക്കിൻ്റെ വൺ ഓഫ് ദ ഫേമസ് ബുക്കാണ് മൈൻഡ് സെറ്റ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ബുക്കിൽ പറയുന്നത് 2 മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, രണ്ടാമത്തേത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നിങ്ങളൊരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ എബിലിറ്റിയും നിങ്ങളുടെ ഇൻ്റലിജൻസും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒന്നാണെന്നാണ്. പക്ഷേ നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിലും ഡെഡിക്കേഷനിലൂടെയും നിങ്ങളുടെ എബിലിറ്റിയും ഇൻ്റലിജൻസും വർദ്ധിപ്പിക്കാമെന്നാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള വ്യക്തി എപ്പോഴും റിസ്കിനെ അവോയ്ഡ് ചെയ്യും. ഒരിക്കലും ജീവിതത്തിൽ ചലഞ്ചസ് എടുക്കില്ല. എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തി എപ്പോഴും ഒരു റിസ്ക് അപ്പറ്റൈറ്റ് കൂടുതലുള്ള വ്യക്തികളാണ്. അവർ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ചലഞ്ചസിനെ അവർ അക്സെപ്റ്റ് ചെയ്യും. ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള വ്യക്തി ഫീഡ്ബാക്കിനെ ഇഗ്നോർ ചെയ്യും. കാര്യം ഫീഡ്ബാക്ക് അവർ ശ്രദ്ധിക്കാറില്ല. കാര്യം ഫീഡ്ബാക്കിന് അവർക്ക് പേടിയാണ്. മറ്റുള്ളവരുടെ സക്സസ് അവരിൽ ഭീതി ഉണ്ടാക്കും. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണെങ്കിൽ അവരെപ്പോഴും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. അവർ ക്രിറ്റിസിസത്തെ എൻജോയ് ചെയ്യും. കാരണം അവർ വളരാൻ പ്രോഗ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുകൂടാതെ മറ്റുള്ളവരുടെ സക്സസ് അവർക്കെപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ അവരെ സ്മാർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടി അവരെന്ത് വഴിയും സ്വീകരിക്കും. ഒരാളെ ചതിക്കാൻ പോലും അവർ മടിക്കില്ല. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണെങ്കിൽ അവരെപ്പോഴും പഠിക്കാനും പൊരുതാനും തയ്യാറായിരിക്കും. കാര്യം ജീവിതം തന്നെ ഒരു പോരാട്ടമായി കാണുന്ന ആൾക്കാരാണ് അവർ. അവർ മരിക്കുന്നവരെ അവർ പഠിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. അവരെപ്പോഴും അവരുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം വിലയിരുത്തുക. നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിന് ഉടമയാണെന്നുള്ള കാര്യം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ട്രെമൻഡസ് സക്സസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലായിരിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.